ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയെല്ലാം എല്ലായിടയ്ക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുറ്റെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഫുള്ള് വഴുക്കലായിരുന്നു, ഇപ്പം കുറച്ച് വഴുക്കലെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെയിനി സീസണിൽ നമ്മൾ ചെടികൾക്ക് എന്തൊക്കെ കെയർ കൊടുക്കണം നോക്കാമല്ലോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇന്ന് പണിയായുധമായിട്ട് ആകെ ഒരു കത്രിക മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ ഒരു യെല്ലോ ആയിട്ടുള്ള ലീഫ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഓവർ വാട്ടറിങ് കൊടുത്തിട്ടാണ്. ഓവർ വാട്ടർ മാത്രമല്ല, ആ ഒരു ചെടികൾക്ക് വരുന്ന സ്ട്രെസ് കൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ ഇലകൾ വരുന്നത്. കാരണം അത്രയും എക്സ്ട്രീം ചൂടുന്നല്ലേ പിന്നെ മഴയിലേക്ക് മാറിയത്. അപ്പോൾ അതുകൊണ്ടും നമുക്കിങ്ങനെ മഞ്ഞ ലീവ്സ് വരാം. ഈ ഒരു അഗ്ലോണിമയെല്ലാം ഞാൻ മഴ കൊള്ളാത്തെടുത്താണ് വെച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ കണ്ടില്ലേ, കുറേ യെല്ലോ ലീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായി കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ആ ഒരു പ്ലാന്റ് കാണാനും നല്ല രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനൊരു 2 വീക്സ് ആയിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെതെല്ലാം ഇപ്പോൾ കാണാനുണ്ട് ഗാർഡനിൽ. ഇത് കണ്ടില്ലേ, അഡീനിയം അത്യാവശ്യം സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ലീവ്സ് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ പുഴു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് കളയാനേ. അഡീനിയത്തിന് എന്നല്ല, എല്ലാ ചെടിക്കും വരുന്നൊരു സംഭവമാണ് ഈ പുഴു. ഇത് കയ്യിലായിട്ടുണ്ട് ഫുള്ള് ചൊറിച്ചിലും ആയിരിക്കും. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മളെ ചട്ടിയിലെല്ലാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ കളയണം. അതുപോലെ ഡ്രെയിനേജ് ഹോള് പ്രോപ്പറാണോ നോക്കണം. ഇതിപ്പോൾ നല്ല മഴ പെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ചെടികളെല്ലാം അതിന് തോന്നിയ പോലെ വളർന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അന്ന് പ്രൂൺ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ച ബിഗോണിയാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. ഓക്കെ, ഇപ്പം നല്ല ബുഷിയായി വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ കുറേ പുല്ലുകളും വളർന്നിട്ടുണ്ട്. മഴക്കാലം കുറച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എല്ലാം വെട്ടി സെറ്റാക്കിയതായിരുന്നേ. ബട്ട് പകുതി ആയപ്പോഴേക്കും ഞാൻ ചാണകം ഇട്ടതുകൊണ്ട് തന്നെ കുറേ പുല്ലുകളും വന്നു. നമ്മൾ അന്നേരം കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ വേറെ പണിയായുധങ്ങളെല്ലാം എടുത്തിട്ട് അത് നല്ലോണം കുത്തിയിട്ടാണ് ഓരോ പുല്ലുകളും അതിൻ്റെ റൂട്ടെല്ലാം ഞാൻ കളഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് വെറുതെ എൻ്റെ കൈ വെച്ചിട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ആ സിസർ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട്സ് എല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. എല്ലാ പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്ലാന്റ്സും സെൻസിറ്റീവ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മളത് അത്രയും കെയർ കൊടുത്തിട്ട് വേണം അതിൻ്റെ റൂട്ട് ഏരിയ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഫംഗസ് വരാനും അതുപോലെ തന്നെ പല പല രോഗങ്ങൾ പിടിപെടുന്നൊരു സമയമാണ് ഈ ഒരു റെയിനി സീസൺ. അതുപോലെ തന്നെ എല്ലാത്തിലും ഇപ്പം പുല്ല് മാത്രമല്ലേ ഉള്ളൂ. പുല്ല് നമുക്ക് പിന്നെയും കൺട്രോൾ ചെയ്യാം. ബട്ട് അതിൻ്റെ കൂടെ ഇലകളും എല്ലാം ആയിട്ട് ഇങ്ങനെ പോട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇലകൾ എടുത്ത് കളയണേ. ഇങ്ങനെ കുറേ ഇലകൾ കൂടിയിട്ട് ഇങ്ങനെ പോട്ടിൽ നിറഞ്ഞു നിന്നാൽ ഫംഗൽ അറ്റാക്ക് എല്ലാം വരും. അപ്പോൾ പിന്നെ അത് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മളിങ്ങനെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ പോട്ടിലാണെങ്കിൽ അങ്ങനെ ഇലകളൊന്നുമില്ല, കുറേ പുല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് അലോക്കേഷ്യ ഞാൻ മുമ്പേ എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നേ. ഇത് ഭയങ്കര എന്താ പറയണ്ടേ, സ്ലോ ആയിട്ട് എനിക്ക് ഗ്രോ ആവുന്നത്. അതെങ്ങനെയാണ് നല്ല ഫ്ലഷി ആയിട്ട്, ഐ മീൻ ബുഷി ആയിട്ട് വളരുക എന്നുള്ളത് എന്തെങ്കിലും ആയിരിക്കും ടിപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇതിപ്പോൾ ഞാൻ സ്ഥലം മാറ്റി വെച്ചപ്പോഴാണ് ഇതിന് പുതിയൊരു ലീഫെല്ലാം വന്നത്. അത് പുതിയ ലീഫ് വന്നാൽ തന്നെ ആ പഴയ ലീഫ് പോവും, എന്നിട്ട് പിന്നെ ഒറ്റ ലീഫായിട്ട് നിൽക്കും. അങ്ങനെയല്ലാന്ന് എൻ്റെ അലോക്കേഷ്യ ഈ ഒരു വെറൈറ്റി നിൽക്കുന്നത്. എൻ്റെ കോപ്പർ ലീഫ് പ്ലാന്റ് ആണ്, നല്ല പിങ്ക് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ചില ലീഫിന് വേറെ കളറും അതുപോലെ തന്നെ ഫസ്റ്റ് വരുന്ന ലീഫിന് ഗ്രീൻ കളറും പിന്നെ അതിനിങ്ങനെ സൺലൈറ്റെല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെ കളർ മാറി മാറി വരുന്നതാണ്. അപ്പോൾ അതിനെന്തോ ഒരു പുഴുവിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട്, അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ലീഫാണ്, അതുകൊണ്ട് പുഴുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. എല്ലാ പുഴുക്കളും ഇതിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 പീസ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത്. കാരണം മഴയത്ത് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോയ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത്. മഴയത്ത് വേഗം പിടിച്ചു കിട്ടും, പക്ഷേ ഇതാണ് പ്രശ്നം, ഇതിൻ്റെ ഫംഗൽ അറ്റാക്ക് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ താഴത്തെ ലീഫ് ഫുള്ളായിട്ട് കളയുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നല്ല ഇളക്കമുള്ള മണ്ണെടുത്തിട്ട് ജസ്റ്റ് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് ഈ ഒരു മണ്ണുമായി സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ വളം ആഡ് ചെയ്ത് കൊടുക്കുവേ. ഇതെൻ്റെ എപ്പീഷ്യ വെറൈറ്റിയാണ്. അപ്പോൾ അതിലെല്ലാം ഫുള്ളും പുല്ലാണ്. മാത്രമല്ല എപ്പീഷ്യക്കെല്ലാം ഒരു ക്ഷീണം പിടിച്ച പോലെ ഉണ്ട്. അത് ഓവർ വാട്ടറിങ് മീൻസ് മഴയായിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, എപ്പീഷ്യൻ്റെ ഫുൾ പ്രൊപ്പഗേഷനും റീപോട്ടിങ്ങും എല്ലാ കെയറുകളിലായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ വേഗം തന്നെ ഇടാൻ നോക്കാം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഓർമ്മയുണ്ടോ, റൂബി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ഇതും ഓൾറെഡി ഇട്ടതാണ്. അതിപ്പോൾ അത്യാവശ്യം നല്ല ബുഷിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് അത്യാവശ്യം സെയിം ഹൈറ്റിലാക്കിയിട്ട് ആ ഒരു ഹൈറ്റ് നല്ലോണം കൂടി നിൽക്കുന്നത് അതിൽ തന്നെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബുഷിയായിട്ട് വരും.
നമ്മളെ വീട്ടിൽ നല്ലൊരു ലോൺ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ബോർഡർ പോലെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. കാരണം ഇതിന് നല്ല സൺലൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു ഷെയ്ഡ്, നല്ല ഗ്രേപ്പ് ഷെയ്ഡിലായിട്ട് വരുവേ. ഞാനിതിപ്പോൾ ഒരു കുട്ടി പോട്ടിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ വെറിഗേറ്റഡ് അലോക്കേഷ്യാണ്. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കെയർ കൊടുക്കണം. ലൈക്ക് ഇങ്ങനത്തെ ഒരു മഞ്ഞ ലീഫ് വരുമ്പോൾ എടുത്ത് കളയാം. അത് ചട്ടിയിലാ വീണിട്ടുണ്ടെങ്കിൽ അത് വേഗം മോശമായി പോവുക. ആ ഒരു ചെടി നിലത്ത് വീണാൽ കുഴപ്പമില്ല, അത് തനിയെ അങ്ങോട്ട് പോയിക്കോളും. ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പയ്യാമ്പലം ബീച്ചിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് അലോക്കേഷ്യൻ്റെ ഒരു ബിഗ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അതിൽ പുതിയ ലീഫെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്കിമിനസ്, ഇതിന് നല്ല ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബഡ്സെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പുതിയ പുതിയ മുട്ടുകൾ. അപ്പോൾ ഞാനതൊന്ന് ട്രിം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിലെല്ലാത്തിലും മുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതങ്ങനെ വിട്ടു. പിന്നെ അഗ്ലോണിമയിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമേൻ്റെ പൂക്കൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും ഇങ്ങനെ പൂക്കൾ വരുമ്പോൾ. അതിന് ലീഫ് കാണാനല്ലേ ഭംഗി. അപ്പോൾ ഞാൻ അതിൻ്റെ പൂക്കളെല്ലാം മുറിച്ച് കളയുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ ഒരു പുല്ല് എങ്ങനെയെങ്കിലും നമ്മളെ ചട്ടിയിൽ വരും കേട്ടോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ കളയാന്നുള്ളത് നമ്മളെ സ്വന്തം റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എന്നാൽ മാത്രമേ ചെടികൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിഗോണിയാസിൽ പെട്ട ഒരാളാണ്. നല്ല പിങ്കിഷ് പുതിയ ലീവ്സ് വന്നിട്ടുണ്ട്. പഴയ ലീവ്സിൻ്റെ എല്ലാം ഒരു ലീഫ് നാശമായിട്ടുണ്ട്, അപ്പോൾ അത് കളഞ്ഞു. പിന്നെ അതിന് ലീഫിൽ നിന്ന് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഴയ ലീഫെല്ലാം കളയുന്നുണ്ട്. പുതിയ ലീഫ് നല്ല പിങ്കിഷ് കളറായിട്ട് നല്ല എന്താ പറയേണ്ടത്, ആ ഒരു വെയിൻസ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ ലീവ്സ് മുറിക്കുമ്പം തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മഴ പെയ്തിട്ട് മണ്ണെല്ലാം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു പ്ലാന്റിനെല്ലാം കൈകാര്യം ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഈ ഒരു ബിഗോണി ഉണ്ടല്ലോ, ഇത് നല്ലോണം ബുഷിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ചൊന്ന് ട്രിപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പോ എന്ത് വേണം കയറി കൂടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഇത് എൻ്റെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കാട് വെട്ടി കളയാമെന്ന് വിചാരിച്ചേ. ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് സങ്കടമെല്ലാവും, ബട്ട് സ്റ്റിൽ അത് കാണാൻ ഒരു ഭംഗി എന്ന് പറയുന്നത് കുറച്ചൊരു ക്യൂട്ടായിട്ട് ട്രിം ആയിട്ടുള്ള ആ ഒരു ലുക്കിലാണ്. അധികം കാട് പിടിച്ചിട്ട് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല ഈ പ്ലാന്റ്. ഞാൻ ഈ കട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇങ്ങനെ കളയാ ചെയ്യാം. എൻ്റെ മണ്ണിൻ്റെ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ എവിടെ ഇട്ട് കഴിഞ്ഞാലും അവിടെ മാക്സിമം ഒരു 90% ചെടികൾ എന്തായാലും ആ ഒരു ഇട്ട സ്ഥലത്ത് തന്നെ വളർന്നു വരുവേ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നല്ലൊരു മണ്ണുള്ള സ്ഥലത്തേക്ക് കളഞ്ഞാൽ തന്നെ അവിടെ നിന്ന് തന്നെ ആ ഒരു പ്ലാന്റെല്ലാം വരുവേ. പ്രത്യേകിച്ച് ഈ ഒരു ബിഗോണിയപ്പെട്ട പ്ലാന്റെല്ലാം, കാരണം അതിൽ ഓൾറെഡി വേരുകൾ ഉണ്ടാവുമല്ലോ. ദെൻ ഇത് കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ട് ഈ ഒരു ബിഗോണിയ ടൈപ്പ്. ഇതൊരു ഫ്രോസൺ ടൈപ്പ് അങ്ങനത്തെ ഒരു കാറ്റഗറിപ്പെട്ട ഒരു ബിഗോണിയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അത്യാവശ്യം നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണിത്. മെച്യൂർഡ് ആയതുകൊണ്ട് തന്നെയാണ് അതിൽ കുറേ ഫ്ലവേഴ്സും വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ബിഗോണിയാസെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്കാണ് അതിങ്ങനെ ഫോർവേഡായിട്ട് നല്ല രീതിയിൽ ബുഷിയായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ ബുഷി ആവണം എന്നുണ്ടെങ്കിലോ അത് ജസ്റ്റ് ഒന്ന് ചെരിച്ച് സൈഡ് മാറ്റി വെച്ചാൽ മതി കേട്ടോ ആ പോട്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് വരും. പക്ഷെ എനിക്ക് ഈ ഒരു രീതിയിൽ തന്നെ കണ്ട് ശീലമായതുകൊണ്ടാണ് പിന്നെ ഞാൻ നീക്കി വെക്കാത്തത് കേട്ടോ. ഞാൻ രണ്ട് സൈഡ് ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വെക്കും, ബട്ട് ബാക്ക് സൈഡ് ഞാൻ ചെരിച്ച് വെക്കൽ വളരെ കുറവാണ്. കണ്ടില്ലേ, ഇതിലൊരു പ്ലാന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? യെസ്, അരേലിയ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നേ. ബട്ട് അരേലിയ പ്ലാന്റിനേക്കാളും പുല്ലും ഇതൊക്കെയാണ് വളർന്നു നിൽക്കുന്നത്. അപ്പം ഞാൻ അത് പ്രോപ്പറായിട്ടൊന്ന് കളഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴയത്തും ഈ ചെക്കിപ്പൂക്കൾ നല്ല ബുഷിയായി വന്നിട്ടുണ്ട്. ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്.
അതിൻ്റെ പോട്ട് ഒരു സ്ഥലത്താണുള്ളത്, അതിൻ്റെ സ്റ്റെം ഇങ്ങനെ നീണ്ടു നിന്നിട്ടുള്ളത്. എന്നിട്ട് അത് ഓർക്കിഡ് പ്ലാന്റാണ് അതിനൊരു താങ്ങായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ നിന്നോട്ടെ, എന്തായാലും ഫ്ലവേഴ്സ് ആണല്ലോ, ഇനിയിപ്പോൾ ഓണമല്ലേ വരുന്നത്, അപ്പോൾ പൂവെല്ലാം ഇടുമ്പം ഈ ഒരു ഫ്ലവറെല്ലാം എന്തായാലും ആവശ്യം വരുമല്ലോ. പിന്നെ അതിൻ്റെ അടുത്തൊരു നാടൻ റോസ് ഉണ്ടായിരുന്നേ, അതും കൂടി ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. ഇതെൻ്റെ ഫിലോഡെൻഡ്രോൺ ആണ്. അപ്പോൾ ഇതിലും ഇങ്ങനെ മഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട് ലീഫ്. അപ്പോൾ ഞാനത് അതിൻ്റെ താഴ്ത്തി വെച്ചിട്ട് തന്നെ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത്. നമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്താൽ വലിയ ഭംഗി കിട്ടില്ല. ഇങ്ങനെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ലുക്ക് വരത്തുള്ളൂ. നമ്മൾ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുംകാട്ടിൽ ആന കയറിയ പോലത്തെ അവസ്ഥയാണ് എനിക്ക് അരേലിയോടുള്ളൊരു പ്രേമം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ് ഇത്. കാരണം ഇതിനൊരു പ്രോപ്പർ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് വരുവേ. ഒരു 4-5 വർഷമായും തോന്നി ഇത് എൻ്റെ കയ്യിൽ വന്നിട്ട്. ഒരു കുട്ടി പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി തരുന്നത് ഒരു 200 സംതിങ് ആയിരുന്നു ആ ഒരു ടൈം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. എന്നിട്ട് ഇപ്പം നോക്കിയാൽ നല്ല ബുഷിയായിട്ട് ഇതിൻ്റെ ചട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നായിരുന്നു ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ പോട്ടിലാക്കി വെക്കണോ, അല്ലെങ്കിൽ ഈ ഒരു പോട്ടിൽ തന്നെ ഇങ്ങനെ ബുഷിയായിട്ട് വെക്കണോ എന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നായിരുന്നേ. നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒന്ന് കമൻസിൽ പറയണേ. ഞാനിങ്ങനെ വേറെ പോട്ടിൽ വെക്കണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കണോ എന്നുള്ളത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കി വെക്കാമെന്ന്. മഴയത്ത് ഇത് നല്ല വേഗത്തിൽ ഫാസ്റ്റായിട്ട് വളരുവേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ച ബാക്ക് സൈഡെല്ലാം ഫുള്ളും പൂപ്പലും പായലും മണ്ണും എല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. ഈ ഒരു പ്ലാന്റ് എല്ലാം ഞാൻ മണ്ണിൻ്റെ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ വളരേണ്ട സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വളർന്നിട്ടുമുണ്ട്. പിന്നെ എൻ്റെ മുറ്റത്ത് അവിടെ ഇവിടെയെല്ലാം ആയിട്ട് നിങ്ങൾ പൂപ്പൽ കാണുന്നുണ്ടാവും അല്ലേ? പൂപ്പലും പായലും ആ ഒരു ഗ്രീൻ കളറിൽ. അതെനിക്ക് ചില ടൈം ഞാൻ വിചാരിക്കും അതങ്ങോട്ട് കളയാമെന്നുള്ളത്. വേഗം അത് ഇങ്ങനെ കളഞ്ഞാൽ പോരും കേട്ടോ. അതെൻ്റെ കയ്യിൽ എനിക്കിങ്ങനെ വേഗം എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ ചില ടൈം ഞാൻ വിചാരിക്കും ഇത് കാണാനൊരു നല്ല രസമല്ലേ, ഒരു കൈൻഡ് ഓഫ് ഒരു എക്കോസിസ്റ്റം ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ നിൽക്കട്ടെ, നല്ലോണം മഴ മാറിയിട്ട് കളയാം, അത്ര വരെ അതൊരു ബ്യൂട്ടി ആയിട്ട് അവിടെ നിന്നോട്ടേ ഞാൻ വിചാരിച്ചേ. അപ്പോൾ ഈ അലോക്കേഷൻ ഉണ്ടല്ലോ വെറിഗേറ്റഡ് വൺ, അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ കണ്ടു. ഇത് സൺലൈറ്റ് ഉള്ള സ്ഥലത്തും അതുപോലെ നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെറിഗേറ്റഡ് വൈറ്റ് പോർഷൻ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നേ. അപ്പോൾ ഞാൻ പ്ലാന്റിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് മാറ്റി വെച്ചേ. എന്നിട്ട് ഈ ഒരു അലോക്കേഷന് ഈ ഒരു ഏരിയയിൽ വെച്ചു. ഇത് ഫ്രണ്ട് ഏരിയ ആണ്, വീടിൻ്റെ എൻട്രൻസ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല വെളിച്ചവും മഴയും കാറ്റും എല്ലാം കിട്ടും. അപ്പോൾ ഇനിയെങ്കിലും ഇതിന് നല്ല രീതിയിൽ ഇങ്ങനെ വൈറ്റ് വരുമോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചെടിയെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടേ. നിങ്ങളും വീട്ടിൽ റെയിനി സീസണാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കാണ്ട് ഇങ്ങനത്തെ ചെടികൾ പരിപാടികളെല്ലാം നോക്കുക. ചെടികളുള്ളവരാണെങ്കിൽ അതിന് പ്രോപ്പർ കെയറും കൊടുക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഫോർ മോർ ഗാർഡനിങ് വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.